നേപ്പാളിലെ ആഭ്യന്തര സംഘർഷം അവസാനിപ്പിക്കാൻ ആഹ്വാനവുമായി നേപ്പാൾ സൈന്യം. പ്രധാനമന്ത്രിയും പ്രസിഡന്റും രാജിവെച്ചതിന് പിന്നാലെ നേപ്പാളിന്റെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തു കഴിഞ്ഞു. അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുതെന്നും പ്രക്ഷോഭകരുടെ സൈന്യം അഭ്യർത്ഥിച്ചു. ബൽറാം നെടുങ്ങാടി ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ചേരുകയാണ്. ബൽറാം, ഗുഡ് മോർണിംഗ്. ബൽറാം, ശരിക്കും നേപ്പാൾ കത്തുകയായിരുന്നു ഇന്നലെ. ഇന്നിപ്പോൾ ലേറ്റസ്റ്റായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് സമാധാനവും ശാന്തിയും അവിടെ കളിയാടുന്നുണ്ടോ? വെരി ഗുഡ് മോർണിംഗ് SKN. ചരിത്രത്തിൽ മുൻപൊരിക്കലും കാണാത്ത തരത്തിലുള്ള അക്രമ സംഭവങ്ങളിലേക്കാണ് കഴിഞ്ഞ ദിവസം നേപ്പാൾ കാഠ്മണ്ഡു നഗരം പോയത്. ഒരു പ്രതിഷേധം, യുവാക്കളുടെ പ്രതിഷേധം ആരംഭിച്ച് 30 മണിക്കൂർ പിന്നീട് മുമ്പ് പ്രധാനമന്ത്രി രാജിവെക്കുന്നു. കെ പി ശർമ്മ ഓലി രാജിവെച്ചതിന് ശേഷവും ഈ ഒരു പ്രതിഷേധത്തിന് ശമനമുണ്ടായില്ല എന്നുള്ളതാണ്. ഉന്നത തലത്തിൽ കൂടിയാലോചന നടത്തിയ ശേഷമായിരുന്നു ഓലി രാജിവെക്കാനുള്ള തീരുമാനം എടുത്തതും തുടർന്ന് രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇക്കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്തത്. എന്നാൽ തുടർന്നും പ്രതിഷേധം അവസാനിച്ചില്ല. പിന്നീട് ഒരു താൽക്കാലിക ഭരണ സംവിധാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അത് നേപ്പാൾ പ്രസിഡന്റ് രാംചന്ദ്ര പൗഡലും ഒപ്പം തന്നെ കാഠ്മണ്ഡു മേയർ ബാലൻ ഷായും കൂടാതെ സൈനിക മേധാവിയും തമ്മിൽ നടത്തി ധാരണയിലെത്തിയിരുന്നു. ഒരു പ്രഖ്യാപനം നടത്താൻ തീരുമാനിച്ചിരുന്നു ഇന്നലെ വൈകിട്ടോടുകൂടി. ഒരു താൽക്കാലിക അഡ്മിനിസ്ട്രേറ്ററും തുടർന്ന് പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാം എന്നുമായിരുന്നു തീരുമാനമെങ്കിലും അതിനിടെയാണ് വീണ്ടും നേപ്പാൾ പ്രസിഡന്റിന്റെ അപ്രതീക്ഷിതമായ രാജി ഉണ്ടായത്. അദ്ദേഹത്തിന്റെ സ്വകാര്യ വസതി ഉൾപ്പെടെ അക്രമികൾ ആക്രമിക്കുകയും തീവയ്ക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലവും ഇന്നലെ ഉണ്ടായി. തുടർന്ന് ആണ് വീണ്ടും ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോയത്. ഇന്നലെ രാത്രി 9:30-ഓടെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ ഒരു പ്രസ്താവന സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അക്രമ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നും നേപ്പാളിലെ ജനങ്ങളുടെയും അവരുടെ സ്വത്തിൻ്റെയും സംരക്ഷണാവകാശം അത് സൈന്യം ഏറ്റെടുക്കുകയാണ് എന്നും അതുകൊണ്ട് തന്നെ അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർ അത് അവസാനിപ്പിക്കാനുള്ള ഒരു അവസാന അഭ്യർത്ഥനയാണ് സൈന്യം മുന്നോട്ട് വയ്ക്കുന്നത് എന്നും മറ്റ് സുരക്ഷാ ഏജൻസികളുമായി ചേർന്ന് നേപ്പാളിൻ്റെ സുരക്ഷ സൈന്യം ഏറ്റെടുക്കുകയാണ് എന്നുമാണ് ആ ഒരു പ്രസ്താവനയിൽ അറിയിച്ചത്. തുടർന്ന് രാത്രി 10 മണിയോടുകൂടി കാഠ്മണ്ഡു നഗരത്തിൽ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട്. അക്രമ പ്രവർത്തനങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എങ്കിൽ പോലും നിലവിൽ അയവ് വന്നിരിക്കുന്നു. പലയിടങ്ങളിലും ഇപ്പോഴും ഇന്നലെ തീവെച്ച കെട്ടിടങ്ങൾ അത് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി അടക്കമുള്ള കെട്ടിടങ്ങൾ ഇപ്പോഴും എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ നേപ്പാൾ താൽക്കാലികമായെങ്കിലും ഒരു സൈനിക നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ സമാധാനം ഏതാണ്ട് പുനഃസ്ഥാപിച്ച ശേഷം പിന്നീട് ഒരു താൽക്കാലിക ഭരണകൂടത്തിലേക്കും പിന്നീട് ഒരു തെരഞ്ഞെടുപ്പിലേക്കും പോകാനുള്ള തീരുമാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. SKN.